വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റേത് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയനല്ലോ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ എനിക്കില്ല. അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ള വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കളില്ലാത്ത ഒരു സഫാരിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ഞാനില്ലാത്ത കാലത്ത് മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നുള്ളതല്ല, ഞാനുള്ളപ്പോൾ തന്നെ എൻ്റെ ആവശ്യമില്ലാത്തൊരു കാലം സഫാരി വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു പകുതി സംതൃപ്തി പോലും ഇല്ലാതെയാണ് ഓരോ എപ്പിസോഡും സംപ്രേഷണം ചെയ്യുന്നത്. ഞാൻ മനസ്സിൽ കണ്ട ഒരു സഞ്ചാരവും ഞാൻ ഷൂട്ട് ചെയ്ത സഞ്ചാരവും ഞാൻ പറയാൻ ആഗ്രഹിച്ചതും അത് പൂർണ്ണതയിലില്ലാതെ ഇത് എയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ദുഃഖം എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലാതാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ബാങ്ക് ബാലൻസ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന തർക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ടൂറ്, ഇപ്പോൾ പകലത്തെ ടൂറ് എപ്പോൾ തീരും ഇതാണ് പുള്ളിയുടെ ആകാംക്ഷ. ഹോട്ടലിൽ ചെല്ലണം, പുള്ളിക്ക് 2 അടിക്കണം. ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞങ്ങളിവിടെ ഇടവുകയും താന വീട്ടിലിരുന്നാൽ പോരായിരുന്നോ, ഇതൊക്കെ അവിടെ സാധ്യമല്ലേ, ഇതിനേക്കാൾ സൗകര്യം 5 മണി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലല്ലോ. ഞാൻ ഈ ടൂർ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പം ആ പല ടൂറിൻ്റെയും കൂടെ ഞാൻ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനകത്ത് ഒരു 60% ആളുകൾക്കും ഈ പോയത് പലതും മനസ്സിലായിട്ടുണ്ടാവില്ല. അവർക്കൊരു ടൈം പാസ് മാത്രമാണ് യാത്ര. യാത്ര ചെയ്യാൻ പൈസ വേണ്ടേ? ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ജോലി കൊടുക്കാം. ഡെയിലി ഒരു 100 രൂപ വെച്ച് ആ ശമ്പളത്തിൽ നിന്ന് ഞാനിങ്ങനെ പിടിക്കാം. ഒരു വർഷമാകുമ്പോൾ 36,000 രൂപയാവും. 36,000 രൂപ കൊണ്ട് പോകാവുന്ന ഒരു 5 രാജ്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതൊരു പ്രത്യേക മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പൈസ ഇല്ലാത്തത് നാട്ടുകാരുടെ ആരുടെയും കുഴപ്പം കൊണ്ടാണോ? പൈസ ഉള്ളവർക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്? ലോട്ടറി അടിച്ചിട്ടാണോ? എൻ്റെ ആദ്യത്തെ നേപ്പാൾ യാത്രയ്ക്ക് 6,500 രൂപ കൊണ്ടാണ് ഞാൻ പോയത്. അന്ന് 6,500 രൂപ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ 6,500 രൂപ കൊണ്ട് തുടങ്ങിയ സഞ്ചാരമാണ് ഇന്നത്തെ ഈ പറഞ്ഞ 148 രാജ്യത്തെത്തിയിരിക്കുന്നത്. ഞാൻ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് എൻ്റെ ഇന്നയാൾ ഇന്നത് ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ട് പോകണേ? അത് തീർച്ചയായിട്ടും എഴുതി വെച്ചിട്ട് പോകും. ഞാൻ എന്തിലിറങ്ങിയാലും കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യും. വേറെ ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതിന് നല്ല കൂളായിട്ട് തിരിച്ചു വരും. അവന് നല്ല ഭാഗ്യമാണ്. 3 പ്രധാന സംരംഭങ്ങളുണ്ട്, ടെലിവിഷൻ ചാനലുണ്ട്, പ്രസിദ്ധീകരണശാലയുണ്ട്, ടൂർ കമ്പനിയുണ്ട്. ഇതിലൊരു വ്യക്തതയില്ലാതെ ഞാനൊരു ദിവസം ഇല്ലാതായി പോയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പേജ് എഴുതി വെച്ചാൽ അതിനെല്ലാം സൊല്യൂഷൻ ആകുമെങ്കിൽ അതല്ലേ ബുദ്ധി. നിങ്ങൾ ഇന്ന് ജോലി ചെയ്യേണ്ടത് നാളെ നിങ്ങളുടെ മരണമായിരിക്കും എന്നുള്ള മട്ടിലായിരിക്കണം എന്നുള്ളതാണ്. ഗ്രേറ്റ് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോയി നിൽക്കുമ്പോൾ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത് മാത്രമല്ല ഞാൻ കാണുന്നത്. പൊറ്റക്കാടിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ടത് പറഞ്ഞിരിക്കുന്നത്, ഏതാണ്ട് 3 ആഴ്ച വരെ ഈ ട്രെയിനുകൾ അവിടെ നിർത്തി ഇടുമായിരുന്നു. എന്തിനാ? ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് ഈ മൃഗങ്ങൾ കടന്നു പോകും. ഇതൊന്ന് നിന്നിട്ട് വേണമല്ലോ ട്രെയിൻ കടന്നു പോകാൻ. 3 ആഴ്ച നിന്നിട്ട് ഇതിൻ്റെ ഫ്ലോ തീർന്നിട്ടില്ല. അപ്പോൾ എത്ര ആനിമൽസ് അതിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്ന അതിൻ്റെ യഥാർത്ഥ പിക്ചർ 150 കൊല്ലം മുമ്പത്തെ. ഇന്ന് ഈ മൃഗങ്ങളുടെ ഒരു 10% പോലും നമ്മളവിടെ പോയി കാണുന്നില്ല. സ്പേസിലേക്ക് നമ്മുടെ പ്രധാന യാത്ര, ആ യാത്ര ഉണ്ടാവും. അത് എത്ര നാൾ കഴിയുമ്പോൾ ആ യാത്ര പ്രതീക്ഷിക്കാം? അതീവ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബഹിരാകാശത്ത് ഇതുവരെ പോയിട്ടുള്ളത് തന്നെ ആകെപ്പാടെ 500 താഴെ ആളുകളെ ഉള്ളൂ എന്നൂടെ ചിന്തിക്കണം. അപ്പോൾ സ്പേസിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നാളെ തന്നെ പോകാൻ റെഡിയാണ്. പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഇച്ചിരി വൈകുന്നത്. ഭയങ്കര പ്ലാൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് സഫാരി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് തന്നെ അറിയാം എനിക്ക് ഈ ഭാഗ്യം വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത്. പ്ലാൻ ചെയ്തെങ്കിലേ ഞാൻ തിരിച്ചു വരുള്ളൂ. വേറെ ഒന്നും പ്ലാൻ ചെയ്യാതെ പോകുന്നതിന് നല്ല കൂളായിട്ട് തിരിച്ചു വരും. അവന് നല്ല ഭാഗ്യമാണ്. സമയം പറഞ്ഞാൽ നല്ലതാണ്. ഞാൻ എന്തിലിറങ്ങിയാലും കുഴപ്പമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് നന്നായിട്ട് പ്ലാൻ ചെയ്യും. അത് തന്നെ കാര്യം. അതുകൊണ്ടാണോ ഞാൻ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് എൻ്റെ ഇന്നയാൾ ഇന്നത് ചെയ്യണമെന്നൊക്കെ എഴുതി വെച്ചിട്ട് പോകണേ? അത് തീർച്ചയായിട്ടും എഴുതി വെച്ചിട്ട് പോകും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും 3 പ്രധാന സംരംഭങ്ങളുണ്ട്, ടെലിവിഷൻ ചാനലുണ്ട്, പ്രസിദ്ധീകരണശാലയുണ്ട്, ടൂർ കമ്പനിയുണ്ട്, വേറെയും പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു ഈ പറഞ്ഞ ഹെറിറ്റേജ് പ്രോപ്പർട്ടി ഉണ്ട്. ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. എറണാകുളത്ത് സ്റ്റുഡിയോ കോംപ്ലക്സ്, ഫെസിലിറ്റികൾ, ഇതൊക്കെ നമ്മൾ വളരെ വർഷങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ്. ഇതിലൊരു വ്യക്തതയില്ലാതെ ഞാനൊരു ദിവസം ഇല്ലാതായി പോയാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഒരു പേജ് എഴുതി വെച്ചാൽ അതിനെല്ലാം സൊല്യൂഷൻ ആകുമെങ്കിൽ അതല്ലേ ബുദ്ധി അല്ലേ? ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളും എന്തൊക്കെയായിരിക്കും? ഒന്നായിരിക്കും എൻ്റെ പെട്ടെന്നൊരു ആബ്സെൻസിൽ മൊത്തം കൺഫ്യൂഷൻ ആവില്ലേ? ഇത് വലിയ ആനബുദ്ധിയൊന്നുമല്ല, ചെറിയ ബുദ്ധിയാണ്, ചെറിയ കോമൺ സെൻസാണ്. അതെല്ലാവരും ചെയ്യേണ്ടതാണ്. നാളെ എന്തായിരിക്കും എന്ന് അറിയില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല നാളെ എന്താണെന്ന്. അപ്പോൾ ഒരു ക്ലാരിറ്റി നമ്മളുടെ കുടുംബത്തിന്, നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനം നമ്മൾ പ്രകടമായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മരണശേഷമെങ്കിലും അവർക്ക് കിട്ടുന്ന പോലൊരു സാധനം ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം.
ഈ പറയുന്നതിൽ നിന്ന് ശരിക്കും വേറൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മരണം മുന്നിൽ കണ്ട് നടക്കുന്ന ഒരാളെ പോലെയാണ് തോന്നുക. അതായത് you do that. അതിൻ്റെ കാര്യം എന്താ അറിയോ, എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, ഒരു വാചകം ഇതാണ്: നിങ്ങൾ ഇന്ന് ജോലി ചെയ്യേണ്ടത് നാളെ നിങ്ങളുടെ മരണമായിരിക്കും എന്നുള്ള മട്ടിലായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ പെർഫെക്ഷനുള്ള, ഞാൻ പെർഫെക്ഷനിസ്റ്റാണ്. എൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. അതായത് നാളെ ഞാൻ മരിക്കും എന്നുള്ള മട്ടിൽ തന്നെ നിങ്ങൾ ഇന്ന് ജോലി ചെയ്താലേ നിങ്ങൾ പെർഫെക്ഷനോടുകൂടി ആ ജോലി ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പുലർച്ചെ 3 മണി വരെ സ്റ്റുഡിയോയിലിരിക്കുന്നത്. നാളെ രാവിലെ ഞാൻ ഏറ്റില്ലെങ്കിൽ നാളെ ചാനലോ അല്ലെങ്കിൽ ഇന്നത്തെ പണി തീർത്തിട്ടേ ഞാൻ പോയി കിടന്ന് ഉറങ്ങുള്ളൂ. നാളെ പോകേണ്ട പ്രോഗ്രാംസ് ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ പോയി കിടന്ന് ഉറങ്ങുള്ളൂ. എനിക്ക് വേണേൽ നാളെ ഏർലി മോർണിംഗ് ഏറ്റു വന്നിട്ടും ചെയ്യാം. എൻ്റെ ചിന്ത വ്യത്യസ്തമാണ്. ഈ കേൾക്കുന്ന ആളുകൾക്ക് ഒത്തിരി വേറെ അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ എൻ്റെ ഈ അഭിപ്രായം കൊണ്ട് നടത്തിയാണ് ഞാൻ ഇന്നത്തെ സന്തോഷ് ജോർജ് കുളങ്ങര ആയത്. എനിക്കതായാൽ മതി. അപ്പം അങ്ങനെ ചിന്തിക്കാറുണ്ട്. റെഡി. അതായത് ഇപ്പം ചിലർ പറയും മരണം എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്താൽ വില്ലെഴുതില്ല. പുള്ളി വില്ലെഴുതില്ല. എന്താണെന്ന് ചോദിക്കാൻ പറയാം, വില്ലെഴുതിയാൽ മരിച്ചു പോകും. അതായത് ഈ മരണം പേടിയുള്ള ആൾക്കാരുണ്ട്. പുള്ളി വില്ലെഴുതാതെ ഒരു 200 കൊല്ലം ജീവിക്കും, നമുക്കൊന്ന് കാണട്ടെ. പുള്ളി മോൻ പറഞ്ഞു, അല്ല അപ്പോൾ ഉദ്ദേശം എങ്ങനെയാണ്, നമ്മളൊരു പുള്ളി 500 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 500 കൊല്ലം ജീവിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? ഇതല്ല, താങ്കൾ പറഞ്ഞ പോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. വില്ലെഴുതാതെ മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുടുംബങ്ങൾ തകർന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രസ്ഥാനങ്ങൾ ഇല്ലാതായി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എന്തിനാണ് നമ്മളുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ സഹപ്രവർത്തകരെ ഒക്കെ വലിയ പ്രതിസന്ധിയിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്കൊരൊറ്റ ഷീറ്റിൽ കൊണ്ട് എഴുതി തീർക്കാവുന്ന ഒരു സൊല്യൂഷനാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളെ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ മുന്നേ പോയ ആളുകളുടെ കോപ്പി അടിക്കൽ മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ എൻ്റേതായ യുക്തികൾ മാത്രം ഉപയോഗിച്ച് ഓഫ് കോഴ്സ് അഡ്വൈസ് വാങ്ങാറുണ്ട്. ടെക്നിക്കൽ അഡ്വൈസും ലീഗൽ അഡ്വൈസും ഒക്കെ ഞാൻ വാങ്ങാറുണ്ടെങ്കിലും എനിക്കെല്ലാത്തിനും എൻ്റേതായൊരു യുക്തിബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ സഞ്ചാരം ഉണ്ടാക്കിയത്. എൻ്റെ യുക്തിയിലുണ്ടായതാണ് സഞ്ചാരം എന്ന് പറഞ്ഞ ട്രാവലോഗ്. കേരളത്തിൽ ആരും അങ്ങനെ ഒരു പരിപാടി ചിന്തിക്കാത്ത കാലത്തല്ലേ വിഷ്വൽ ട്രാവലോഗ് ഞാൻ ഉണ്ടാക്കുക. അത് എൻ്റെ യുക്തിയിലുണ്ടായതാണ്. ഒരു ക്യാമറയൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യും, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യും, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ പോയി എങ്ങനെയുണ്ടാവും നോക്കട്ടെ. അതെല്ലാം ഞാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ്. സഫാരി എന്ന് പറഞ്ഞൊരു ചാനലിൻ്റെ കണ്ടൻറ്റ് ഒരാൾക്കും ട്രാവലും ഹിസ്റ്ററിയും വിഷയമാക്കിക്കൊണ്ടൊരു ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് ആരും അന്നും ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് വന്നപ്പോഴാണ് കുറേ പേരെങ്കിലും ആ കണ്ടൻറ്റുമായിട്ട് ഇറങ്ങി തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു ടെലിവിഷൻ ചാനൽ അങ്ങനെ തുടങ്ങാമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ യുക്തിയിലുണ്ടാക്കിയ സാധനമാണ്. ഇവിടുത്തെ അപ്ലിങ്ക് ചെയ്യുന്ന ടെക്നോളജിയുടെ ആ ഒരു സോഫ്റ്റ്വെയർ പോലും അതെന്നാണ്ട് 1.25 കോടി 1.5 കോടി രൂപ വേണമായിരുന്നു ആ സോഫ്റ്റ്വെയറിന്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ആ സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞാൽ അപ്ലിങ്ക് ചെയ്യാൻ ഇതിനെ പ്ലേ ഔട്ടിന് ഉള്ളൊരു അറേഞ്ച് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ സംവിധാനം ഉപയോഗിച്ച് എക്സൽ ഷീറ്റും അനുബന്ധമായ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനത് ഉണ്ടാക്കിച്ചു, നമ്മുടെ പിള്ളേരെ ഇരുത്തിയിട്ട്. അപ്പോൾ അതിലാണ് ഓടുന്നത്. അപ്പം നമ്മുടെ യുക്തി, നമ്മുടെ കോമൺ സെൻസ് 12ാമത്തെ കൊല്ലം ആ സിസ്റ്റത്തിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, മറ്റവൻ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ പണി ചെയ്യേണ്ടത്. നമ്മുടെ പണിക്ക് ഇതാണോ നമ്മുടെ പണിക്ക് ഏത് ടൂളാണ് വേണ്ടത് നമ്മളാണ് തീരുമാനിക്കുന്നത്. മറ്റേ ആൾ ഉപയോഗിച്ചതുകൊണ്ട് ആ ടൂള്, അതുകൊണ്ടാണ് മറ്റ് ചാനലുകളെല്ലാം കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്. ഞാൻ പരസ്യമില്ലെങ്കിലും 5 പൈസ കടം മേടിച്ചിട്ടില്ല. പരസ്യമില്ലാത്ത ചാനൽ ലാഭത്തിലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭയങ്കര അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ എന്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നൊരു സ്ഥാപനമാണ്. അതിനകത്തെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രോഫിറ്റബിളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സഫാരി ചാനൽ, സഞ്ചാരം എക്സ്പ്ലോറേഷൻസ്, ലേബർ ഡ്യൂപ്ലിക്കേഷൻസ് ലിമിറ്റഡ്, ഇതൊക്കെ മിതമായ ലാഭത്തിൽ. ഞാൻ അമിതമായ ലാഭത്തിലൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം അമിതമായ ലാഭം ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ആരെയോ ഞാൻ എക്സ്ക്യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം. അതിനും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ ലേബറിൻ്റെ മാസികയ്ക്ക് വില വർദ്ധിപ്പിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലം ഞാൻ വില വർദ്ധിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിനിടയിൽ എല്ലാവരും എല്ലാവരും എത്രയോ വർഷം, പത്രങ്ങൾ വരെ എത്ര തവണ വില വർദ്ധിപ്പിച്ചു. ഞാൻ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ഇത് ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. നാട്ടു നടപ്പിൻ്റെ പുറകെ പോകാനാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമായിരുന്നില്ല. ഇല്ല. മരഞ്ഞാട്ടുള്ളിൽ എന്നെ കാണാൻ ആളുകൾ വരുന്നുണ്ടെങ്കിൽ, മരഞ്ഞാട്ടുള്ളി എന്നൊരു ഗ്രാമത്തിലേക്ക് ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചതുകൊണ്ട് തന്നെ. ഞാൻ വലിയ കേവനൊന്നുമല്ല, ഞാൻ വലിയ പ്രതിഭാശാലിയല്ല. പക്ഷേ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ മരുന്നുകളാണ്, അതായത് എൻ്റെ ചെറിയ യുക്തിയും ചെറിയ കോമൺ സെൻസും അത് വർക്കായി എന്നാണ് അതിൻ്റെ അർത്ഥം. താങ്കളില്ലാത്ത ഒരു സഫാരിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനല്ലെങ്കിൽ ഇതെങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വേറൊരാൾ ഇപ്പോൾ AI ഒക്കെ ഒരുപാട് വരുന്ന ഒരു കാലമാണ്. ഒരു AI അങ്ങനെ വരും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ചിന്തിച്ചിരിക്കുന്നത് ഞാനില്ലാത്ത കാലത്ത് മറ്റുള്ളവരെങ്ങനെ ചെയ്യുന്നുള്ളതല്ല, എൻ്റെ പോലും ആവശ്യമില്ല, ഞാനുള്ളപ്പോൾ തന്നെ എൻ്റെ ആവശ്യമില്ലാത്തൊരു കാലം സഫാരി വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് കാര്യങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടൊക്കെ ഈ ആദ്യകാലത്തൊക്കെ, അതൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. ആദ്യകാലത്തൊക്കെ ഞാൻ സഞ്ചാരത്തിൻ്റെ എല്ലാ എപ്പിസോഡുകളും
അതിൻ്റെ അന്ന് സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫയലുകളായിട്ട് സൂക്ഷിക്കുമായിരുന്നു. മീൻസ് അത് ഡിജിറ്റലായി എഡിറ്റ് ചെയ്യുന്നതൊക്കെ നോൺ ലീനിയർ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ മ്യൂസിക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, കൺസോൾഡേറ്റ് ചെയ്യാത്ത ഫയലുകൾ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. വോയിസ് ഓവർ ഒരിടത്ത്, വിഷ്വൽ ഒരിടത്ത്, മ്യൂസിക് ഒരിടത്ത്, ആംബിയൻസ് ട്രാക്ക് ഒരിടത്ത്, ഇങ്ങനെ 4 ട്രാക്ക് 5 ട്രാക്കാക്കി സൂക്ഷിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി HD വന്നപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ്റെ ഒരാവശ്യമില്ല. ആ ഒരു സാധനത്തിന് ഒരു ആർക്കൈവൽ വാല്യൂ അല്ലാതെ ഇതിനൊരു മാർക്കറ്റേ ഒന്നുമില്ല. അപ്പം ടെക്നോളജി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കൂടുതൽ പ്രതിഭാശാലികൾ വന്നുകൊണ്ടിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളിലൂടെ ലോകത്തിലെ ഏത് സാധനവും കാണാൻ ഇനി സഞ്ചാരം കാണേണ്ട ഒരു ആവശ്യമില്ല ആളുകൾക്ക്. നിങ്ങൾക്ക് നയഗ്ര ഫാൾസ് കാണാൻ പണ്ട് സഞ്ചാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല, യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾ നയഗ്ര ഫാൾസ് അടിച്ചാൽ നിങ്ങൾക്ക് 1000 വീഡിയോസ് അതിനകത്ത് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ മലയാളം എന്താണ് വോയിസ് ഓവർ വേണമെന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ മലയാളത്തിലാക്കി തരും. മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ നിങ്ങൾക്ക് നയഗ്ര ഫാൾസിൻ്റെ വോയിസ് ഓവർ കേൾക്കണം, നറേഷൻ കേൾക്കണം എന്നുണ്ടെങ്കിൽ അതാക്കി തരും. അതെ. അപ്പം ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഒറ്റ കാര്യത്തിലേ തർക്കമുള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലാതാകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ബാങ്ക് ബാലൻസ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുണ്ടാകുന്ന തർക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ പ്രശ്നങ്ങൾ മുന്നേ കാണില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ബാക്കിയൊക്കെ സേഫ് ആയിട്ട് കാണും. ഇതുപോലെ ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് ശേഷം ഇനി ആരും ഇല്ലയെന്ന് ചിന്തിക്കുന്നത് ആ പ്രശ്നം. സന്തോഷ് ജോർജ് കുളങ്ങര ഇല്ലെങ്കിൽ പ്രതിഭാശാലികളായ മിടുമിടുക്കന്മാർ ആ സ്പേസ് പെട്ടെന്ന് ഒക്കിപ്പേ ചെയ്യും. കടലിലെ വെള്ളം പോലെയാണ്, അവിടെ ഒരു കുഴി ഉണ്ടാവുമോ കടലിൽ, അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം വന്നാൽ നകർന്നോളും വിതിൻ സെക്കൻഡ്സ്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആളുകൾ ആരും ഭയപ്പെടേണ്ട. സഫാരി എന്നുള്ള പേരിലായിരിക്കില്ല, ചിലപ്പോൾ വേറൊരു പേരിൽ ഇതുപോലൊരു ചാനൽ, ഇതിനേക്കാൾ മികച്ചൊരു ചാനൽ അപ്പോൾ ഉണ്ടാവും. സാറിൻ്റെ സഞ്ചാരം ഞാൻ ആദ്യമായി വിദേശ രാജ്യങ്ങൾ കണ്ടത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് സഫാരി നമ്മുടെ ഇതിലാണ് കാണുന്നത്. അപ്പോൾ അതിലെനിക്ക് സാറിൻ്റെ അടുത്ത് വന്നിട്ട് പോയ അനുഭവം എന്ന് ചോദിക്കാൻ ഒരുപാട് പേർക്ക് പലതും കാണുമെങ്കിലും എന്നെ സംബന്ധിച്ച് അത് ഒരൊറ്റൊരെണ്ണമാണ്, ദി ഗ്രേറ്റ് മൈഗ്രേഷൻ. എന്ന് വെച്ചാൽ എനിക്കെന്തോ അത് ഈ ലയൺ കിങ്ങും അതും ഇതൊക്കെ കണ്ടതിൻ്റെ അങ്ങനത്തെ സിനിമകളുടെ ഒരു ഇഫക്റ്റ് ഉണ്ടാവാം. എനിക്കത് കാണുമ്പോൾ താങ്കളത് വിവരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ഫീലാണ്. ഇത് ഞാൻ അവിടെ പോയി ആ മൃഗങ്ങളിൽ ഒരാളായിട്ട് മൈഗ്രേറ്റ് ചെയ്യണ പോലത്തെ. സോ ഏറ്റവും കണ്ട മനോഹരമായ കാഴ്ചകളിലൊന്ന് ഈ ദി ഗ്രേറ്റ് മൈഗ്രേഷൻ ആണോ? എനിക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് കേൾക്കാം. അതിൻ്റെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ വിഷ്വൽ ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ വികാരം എന്തെന്ന് പറയാൻ ഞാൻ ശ്രമിക്കും. പക്ഷേ അത് 100% നല്ല ഒരു 50% പോലും വിജയിക്കാറില്ല എന്ന് എനിക്കറിയാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു മെക്കാനിക്കൽ പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്ന സഫാരിയുടെ വോയിസ് ഓവറായിട്ട് മാറുന്നത്. എഴുതുന്ന ഒരാൾ, അത് പ്ലേസ് ചെയ്യുന്ന വേറൊരാൾ, ശബ്ദം കൊടുക്കുന്ന വേറൊരാൾ, ഇങ്ങനെ ഒരു സാങ്കേതികമായ കുറേ പ്രോസസ് അതിനകത്തുണ്ട്. ഇതെല്ലാത്തിനും എനിക്ക് സമയം ഇല്ല. ഞാൻ പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡെയിലി വേണം സഞ്ചാരവും, ഓർക്കണം. ഡെയിലി ഓരോ എപ്പിസോഡ് ഉണ്ടാകും വേണം വിദേശത്ത് പോയി ഷൂട്ട് ചെയ്ത് തന്നെ. അപ്പം അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്മിഷൻ ലോസ് ഒത്തിരി ഉണ്ടാവും. ഇപ്പം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുമ്പം ഞാൻ പറയേണ്ട കാര്യം ക്ലാരിറ്റി വരുത്തിയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ റിസീവ് ചെയ്യുന്നത് എനിക്ക് മുഖത്ത് കാണാം. മറ്റേത് അങ്ങനെയല്ല. ഞാനൊരു പകുതി സംതൃപ്തി പോലും ഇല്ലാതെയാണ് ഓരോ എപ്പിസോഡും സംപ്രേഷണം ചെയ്യുന്നത്. ഇറ്റ്സ് എ റിയാലിറ്റി. ഞാൻ ഏറ്റവും ഡിപ്രസ്ഡ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിൽ കണ്ട ഒരു സഞ്ചാരവും ഞാൻ ഷൂട്ട് ചെയ്ത സഞ്ചാരവും ഞാൻ പറയാൻ ആഗ്രഹിച്ചതും അത് പൂർണ്ണതയിലില്ലാതെ ഇത് എയർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ദുഃഖം എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ അത് അറ്റൈൻ ചെയ്തിട്ടില്ല, അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി അറിയാം, എൻ്റെ ഒരു 5 കൊല്ലം മുമ്പത്തെ സഞ്ചാരത്തേക്കാൾ ഇപ്പോഴത്തെ സഞ്ചാരം വളരെ ബെറ്ററാണ് പലതും. മീൻസ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ അതിനുണ്ട്. അതിന് ഈ പറഞ്ഞ സാങ്കേതികമായ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് പരിഹരിക്കാനാണ് ഒരു പരിധിവരെ ഞാൻ സഞ്ചാരിയുടെ ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളത് കുറേയും കൂടെ എൻ്റെ ശബ്ദത്തിൽ ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി പറയാൻ ശ്രമിക്കാറുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിട്ട് സഞ്ചാരത്തെ മുഴുവൻ കാണിക്കുന്നതിന് പകരം സഞ്ചാരിയുടെ ഡയറി കുറിപ്പ്. അപ്പോൾ ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പോയി നിൽക്കുമ്പോൾ കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഓടി വരുന്നത് മാത്രമല്ല ഞാൻ കാണുന്നത്. അവിടെ ഒരു 150 കൊല്ലം മുമ്പ് പാശ്ചാത്യർ അവിടേക്ക് കടന്നു വന്നൊരു കാലമുണ്ട്. ഈ ഗ്രേറ്റ് മൈഗ്രേഷൻ നടന്ന സ്ഥലത്തുകൂടെ ഇവർ റെയിൽവേ ലൈൻ ഇട്ടൊരു കാലമുണ്ട്. ആഫ്രിക്കയുടെ ഉൾനാടുകളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം റെയിൽവേ ട്രാക്കുകൾ ഇട്ട ഒരു കാലമുണ്ട്. ഈ റെയിൽവേ ട്രാക്കിലൂടെ വനസമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ സായപ്പെട്ടതാണ്. അതിലൂടെ ഈ ട്രെയിനുകൾ കടന്നു പോകുമ്പം പൊറ്റക്കാടിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ടത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 3 ആഴ്ച വരെ ഈ ട്രെയിനുകൾ അവിടെ നിർത്തി ഇടുമായിരുന്നു. എന്തിനാ? ഈ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് ഈ മൃഗങ്ങൾ കടന്നു പോകും. ഇതൊന്നും നിന്നിട്ട് വേണമല്ലോ ട്രെയിൻ കടന്നു പോകാൻ. 3 ആഴ്ച നിന്നിട്ട് ഇതിൻ്റെ ഫ്ലോ തീർന്നിട്ടില്ല.
അപ്പോൾ എത്ര ആനിമൽസ് അതിലൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചേ. ഓരോ ആനിമൽ ക്രോസ് ചെയ്യുന്നല്ല പറഞ്ഞേ, ആയിരങ്ങൾ ഇങ്ങനെ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ ഓഫാക്കിയിട്ട് അവിടെയെങ്കിലും ഇരിക്കുകയാണ് 3 ആഴ്ച വരെ ഇരുന്ന് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് അവർക്ക് പിന്നെ തുടർന്ന് യാത്ര ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ പിക്ചർ 150 കൊല്ലം മുമ്പത്തെ. ഇന്ന് ഈ മൃഗങ്ങളുടെ ഒരു 10% പോലും നമ്മളവിടെ പോയി കാണുന്നില്ല. അപ്പോൾ ഈ കഥകളും ഈ സംഭവങ്ങളും അതിനെക്കുറിച്ച് പൊറ്റക്കാട് എഴുതിയതും അതിനെക്കുറിച്ച് നമ്മൾ വേറെ പലരുടെ യാത്രികരുടെ വായിച്ചതും കൂടെ ഒക്കെയാണ് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ വരുന്ന മനസ്സിൽ. ഇതെല്ലാം കൂടെ ഈ അരമണിക്കൂറുള്ള സഞ്ചാരത്തിനകത്തെ 10 ഷോട്ടിനകത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ മനസ്സിൽ പറയണമെന്ന് ആഗ്രഹിച്ചതും എൻ്റെ മനസ്സിൽ കൂടെ തിങ്ങി വന്ന ആ വികാരങ്ങളും മുഴുവൻ എനിക്ക് ഒരിക്കലും സഞ്ചാരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ ടൂർ കമ്പനി എന്ന് പറയുന്ന ആശയം കൂടെ കൊണ്ടുവന്നത്. ഈ ഗ്രേറ്റ് മൈഗ്രേഷനിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടുപോയി അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഈ കണ്ടതിൻ്റെ ഒരു പ്രചോദനത്തിൽ അവർ പോവുകയും ഇത് കുറേയും കൂടെ അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ ടി വി സ്ക്രീനിൽ ഗ്രേറ്റ് മൈഗ്രേഷൻ എത്ര കണ്ടാലും ഈ കുറേ ഈ വിൽഡ് ബീസ്റ്റ് എന്ന് പറയുന്ന ജീവികൾ അല്ലെങ്കിൽ സീബ്രകൾ ഇതൊക്കെ പോകുന്നത് നമുക്കൊരു സ്ക്രീനിൽ കാണുമ്പോൾ, ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ കുറേ ഉറുമ്പ് ഓടുന്ന പോലെയല്ലേ തോന്നുള്ളൂ. അത്രയല്ലേ സൈസും ഉള്ളൂ. മറ്റേതാ 360 ഡിഗ്രിയിൽ നമ്മൾ ആസ്വദിക്കുകയല്ലേ. അത് അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ഫീല് അപാരമാണ്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്, ഈ യാത്ര ചെയ്യുന്ന ആൾക്ക് ഈ പറഞ്ഞൊരു ബോധം കൂടെ വേണം. അതായത് ഈ ഒരു വായനയുടെ ബോധം വേണം. ഈ പണ്ട് 150 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ഇമാജിൻ ചെയ്യാനുള്ളൊരു ബോധം വേണം. അല്ലെങ്കിൽ 100 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു ചിന്തിക്കാനുള്ളൊരു ബോധം വേണം. അവിടെ നിന്നുകൊണ്ട് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇതിനെ അങ്ങോട്ടൊന്ന് ആ പ്രദേശത്തേക്ക് നമ്മളങ്ങോട്ട് ആ 100 കൊല്ലം മുമ്പത്തെ ഒരു മനുഷ്യനായിട്ട് നമ്മളവിടെ അങ്ങ് പെരുമാറാൻ തുടങ്ങണം, ജീവിക്കാൻ തുടങ്ങണം. ഇതിനുള്ളൊരു കഴിവും കൂടെ ഉള്ള ഒരാളുകളുണ്ടല്ലോ, അവിടെ നിന്ന് അത്ഭുതകരമായിരിക്കും. പക്ഷേ യാത്ര ചെയ്യുന്നവർ, ഞാൻ ഈ ടൂർ നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പം ആ പല ടൂറിൻ്റെയും കൂടെ ഞാൻ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനകത്ത് ഒരു 60% ആളുകൾക്കും ഈ പോയത് പലതും മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്തരം ഹോംവർക്ക് ചെയ്യുന്നോ അത്ര എഫർട്ട് എടുക്കുന്നുമില്ല. അവർക്കൊരു ടൈം പാസ് മാത്രമാണ് യാത്ര. കാശുണ്ട്, പുതിയ സ്ഥലം കാണുന്നു, ചിലർക്ക് രാജ്യങ്ങളുടെ എണ്ണം കൂട്ടണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇൻവോൾവ് ആകുന്ന ആളുകൾ വളരെ കുറവ്, ഒരു 40% പേരേ ഉള്ളൂ. 60% ആളുകൾക്കും ഇതിനകത്ത് ഈ പോയ സ്ഥലങ്ങളുടെ പേരുകൾ പോലും ഓർമ്മയുണ്ടാവില്ല. സത്യമാണ്. പണ്ട് എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പൊന്നുമല്ല, ഒത്തിരി വർഷം മുമ്പാണ് എൻ്റെ കൂടെ സ്ഥിര യാത്ര ചെയ്യുന്ന സ്ഥിരമല്ല, ഒരു എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ ഒരു 8 രാജ്യങ്ങളിലൂടെ പോകുന്ന 2 പേരുണ്ടായിരുന്നു. ഒരാൾ KS ബേബി എന്ന് പറയുന്ന ഒരാൾ ആദ്യകാലം മുതൽ എൻ്റെ കൂടെ ഒരു 3-4 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നത്. പിന്നീട് ഇടയ്ക്ക് വെച്ച് വേറൊരാളുടെ ഒരു യാത്ര കൂടെ വന്നു. അദ്ദേഹം ഒരു സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നിർബന്ധം പിടിച്ചു, ഈ KS ബേബിയുടെ ഒരു സുഹൃത്തായിരുന്നു, അങ്ങനെ വന്നേ. ഇയാളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ടൂറ്, ഇപ്പോൾ പകലത്തെ ടൂറ് എപ്പോൾ തീരും ഏതാണ് പുള്ളിയുടെ ആകാംക്ഷ. ഹോട്ടലിൽ ചെല്ലണം, പുള്ളിക്ക് 2 അടിക്കണം. അപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞങ്ങളൊരു ഇടവുകയും താനെ വീട്ടിലിരുന്നാൽ പോരായിരുന്നോ, ഇതൊക്കെ അവിടെ സാധ്യമല്ലേ, ഇതിനേക്കാൾ സൗകര്യം 5 മണി വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലല്ലോ. പുള്ളിക്ക് ബസ്സേ കയറി അപ്പം അറിയിട്ട് വൈകിട്ട് എപ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ എത്തുക എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞിട്ട് പുള്ളി ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. ആ പുസ്തകം എഴുതാൻ നേരത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളെ ആ ഫ്രാൻസിൽ എവിടെയോ ചെന്നപ്പം കമ്പി കൊണ്ട് പണിത് ഒരു വലിയൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈഫൽ ടവർ എന്നാണ് എൻ്റെ പേര്, പാരീസാണ് സ്ഥലം. കമ്പി കൊണ്ടാണ് പണിതത്, വർഷങ്ങളായി. സത്യമല്ലേ? അപ്പം ഇങ്ങനെയുള്ള സഞ്ചാരികളും ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേറ്റ് മൈഗ്രേഷനിൽ ഒരു വികാരം ഉണ്ടാകാത്ത ആളുകൾ ഉണ്ട്. ഇതിനേക്കാൾ നല്ല ആനയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റിഗ്രറ്റിൻ്റെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അതായത് താങ്കൾ ഇത്രയും രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത്രയും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വികാരങ്ങളോടുകൂടി പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നൊരു റിഗ്രറ്റിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ഒരു ബിസിനസ്സുകാരനാണ്, ഡിസിഷൻസ് ചിലപ്പോൾ പാളിപ്പോവാം, നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് വരാതിരിക്കാം, അങ്ങനത്തെ ഫെയിലിയേഴ്സ് വരാം. പക്ഷേ റിഗ്രറ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ടോ മൊത്തം ലൈഫ് നോക്കുമ്പോൾ? അതായത് ഇന്ന രാജ്യത്ത് പോകാൻ പറ്റിയില്ല, ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് ഇത്ര സമയം കൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ റിഗ്രറ്റ്സും. ബിക്കോസ് വെൻ ഐ ലുക്ക് അറ്റ് യു ഐ സീ എ വെരി സക്സസ്ഫുൾ മാൻ, എ വെരി ഹാപ്പി മാൻ. റിഗ്രറ്റ്സും അങ്ങനത്തെ സമയങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിലെ ഏക വിജയമായിട്ട് ഞാൻ കാണുന്നത് അത്ര റിഗ്രറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. യെസ്, എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന
അല്ലെങ്കിൽ മറ്റേത് അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയനല്ലോ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ എനിക്കില്ല. അതുമാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ള വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയൊന്നുമല്ല. ഞാൻ ഇതുവരെ ചെയ്ത ജീവിതത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളും അതെൻ്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടോ തന്നെ ആവണമെന്നില്ല. മുമ്പേ പറഞ്ഞ പോലെ ഭാഗ്യം ഉണ്ടാവാം, മറ്റു പല സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ടാവാം, പലതും ഉണ്ടാവാം. ഇതൊക്കെ ശരിയാണ്. എന്തു തന്നെ ആയിരുന്നാലും എനിക്ക് വലിയ കുറ്റബോധം തോന്നേണ്ട ഒരു തീരുമാനങ്ങളും ഞാൻ എടുത്തിട്ടില്ല. പാളിപ്പോയിട്ടില്ലെന്നുള്ളതല്ല, പാളിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇന്ന കാരണങ്ങൾ ഉണ്ടാകുന്നു. ആ പാളിയതിനെ ഞാൻ പിന്നെ അത് ഗംഭീരമാക്കി അതിനെ റീഫോം ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒന്ന് പരിഷ്കരിച്ചെടുത്ത് ഞാനത് വിജയമാക്കിയിട്ടുണ്ട്. അപ്പം അത് എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പരിശീലനമായിട്ടാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ പാളിപ്പോയ ചില കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മളൊരു വഴിക്ക് പോകുമ്പം ആദ്യത്തെ തവണയാണ് ആ വഴിക്ക് പോകുന്നതെങ്കിൽ എവിടെയാണ് ശരിക്കും ഭക്ഷണം കഴിക്കേണ്ട സ്ഥലം എന്നുള്ളത് നമ്മൾ അറിയണമെന്നില്ല. തെറ്റായ റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിച്ചെന്നിരിക്കും. അതിരി കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ ഓടി കഴിയുമ്പോഴായിരിക്കും ഗംഭീര റെസ്റ്റോറൻറ്റ് കാണുന്നത്. എന്നാൽ രണ്ടാമത്തെ യാത്രയിൽ നമ്മൾ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തിരുത്താൻ എനിക്ക് അവസരങ്ങളും കിട്ടിയിട്ടുണ്ട്. ആ തിരുത്തി ഞാനത് വിജയിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ റിഗ്രറ്റിനുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പെർഫെക്ഷനിസ്റ്റ് ആണ് ഭയങ്കരമായിട്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ സഞ്ചാരത്തിൽ ഇപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി പോകേണ്ട ഒരു പ്രോഗ്രാമിൻ്റെ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാഹസം എന്ന് പറഞ്ഞ പരിപാടി. അത് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ ഞാൻ കാണും. ഇനി വിദേശത്താണെങ്കിൽ എനിക്ക് പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അവർ അയച്ചു തന്നിട്ട് ഞാൻ അവിടെ നിന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അതിനകത്ത് ഈ വിദേശ വിഷയങ്ങളും ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ആയതുകൊണ്ട് അതിനകത്ത് ഒരബദ്ധവും വരരുതെന്ന് ഞാൻ നിർബന്ധം പിടിക്കും. പറ്റുമെങ്കിൽ പരമാവധി തെറ്റുകൾ തിരുത്തി അതായത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ആവട്ടെ, വാചകഘടനയാവട്ടെ, ഫാക്റ്റ് ആവട്ടെ, ഇതെല്ലാം തിരുത്താൻ ഞാൻ ശ്രമിക്കും പരമാവധി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെ പണിയെടുക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടായത്. പിന്നെ വർക്ക് ചെയ്ത് വീണ്ടും വീണ്ടും തിരുത്തണ്ടേ. ഇപ്പോൾ ശബ്ദം കൊടുക്കുന്ന അലിയാർ സാറൊക്കെ 3 തവണയും 4 തവണയൊക്കെ തിരുത്തിയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിൽ നിന്നിട്ട് വേണം പുള്ളി ഇത് തിരുത്താൻ. പുള്ളി തിരുത്തിയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇവിടുന്ന് വീണ്ടും ഫോൺ ചെയ്ത് സാറേ അതിനകത്ത് ഇന്ന സെൻറ്റൻസ് കൂടെ തെറ്റാ, അത് തിരുത്തി മാറ്റി. പുള്ളിയെ വീട്ടിലിരുത്തിയില്ല. അപ്പം അങ്ങനെ നിർബന്ധിക്കുമ്പോഴും മാറ്റി പറയുമ്പോഴും ഇവരൊക്കെ നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ടാണ് ഈ പണി നടക്കുന്നത്. ആരെങ്കിലും ചെറിയ വിമുഖത കാണിച്ചാൽ എൻ്റെ സ്വഭാവം മാറും. അതിലെനിക്ക് റിഗ്രറ്റ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ ഇപ്പോൾ എനിക്ക് ഒരു നേരം ചായ കിട്ടിയില്ലെങ്കിൽ, ഭക്ഷണം കൊണ്ടുതരാൻ ഒരാൾ വൈകിയെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് എൻ്റെ ഒരു സൗകര്യം ഒരുക്കുന്നതിന്, കംഫർട്ട് ഒരുക്കുന്നതിന് വേണ്ടി ഞാൻ ഒരിക്കലും അവരോട് വഴക്കുണ്ടാക്കിയിട്ടില്ല. എന്നാൽ പ്രോഗ്രാം അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി, അതല്ലെങ്കിൽ ലേബറിൻ്റെ മാസിക, അതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോൾ ചില ലക്കങ്ങളിൽ ഇവിടെ വന്ന കോപ്പി ഡെസ്പാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരാൾക്ക് കോപ്പി അയച്ചില്ല, അത് അയക്കാൻ ഏതോ ഒരു കാരണം കൊണ്ട് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ഒരാഴ്ച വൈകിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. അതൊരു വിട്ടുവീഴ്ചയില്ല. അത് കുറച്ച് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് തോന്നും ഒരു റിഗ്രറ്റ് ഉണ്ടാകും. അത്രയും പറയേണ്ടിയിരുന്നില്ല, അത്രയും വഴക്കുണ്ടാക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് റിഗ്രറ്റ് ഉള്ളൂ. സാർ അത് ചെയ്യുന്നത് വളരെ നന്നായി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ലേബറിൻ്റെ ഒരു തവണ ഞാൻ അഡ്രസ്സ് മാറ്റാൻ കൊടുത്തു. ലേബറിൻ്റെ പഴയ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോൾ ആ ഫ്ലാറ്റിൽ ചെല്ലാൻ എനിക്കിതില്ല, അവിടെ ലേബറിൻ്റെ കാണാനില്ല, അവന് പരീക്ഷയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ. ഞാൻ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ എൻ്റെ ലേബറിൻ്റെ മെസ്സപ്പ് ചെയ്തു, എനിക്ക് ഈ ലേബറിൻ്റെ എൻ്റെ മോന് പരീക്ഷയാണ്, മറ്റേതാണ് മറിച്ചാണെന്നില്ല. 2 ദിവസത്തിൽ ഈ ലേബറിൻ്റെ പുതിയ ഫ്ലാറ്റിലേക്ക് വന്നു. എന്നിട്ട് പഴയ ഫ്ലാറ്റിലെ ലേബറിൻ്റെ അവർ തപ്പിപ്പിടിച്ച് 2ാമത്തെ ലേബറിൻ്റെയും എനിക്ക് അതും കിട്ടി. ഞാൻ അന്ന് വീട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തൊരു പെർഫെക്റ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിരിക്കും അവർ പക്ഷേ വിളിച്ചിട്ട് എവിടെ എൻ്റെ ലേബറിൻ്റെ ആണെന്ന് ചോദിച്ചേ. ബട്ട് ദേ ഡിഡ് ഇറ്റ് സോ വെൽ. അല്ല, ഞാൻ അത്ര ഒത്തിരി സാഹചര്യങ്ങളെ ഞാനിവിടെ കാണാറുണ്ട്. പക്ഷേ എന്നാൽ പോലും എൻ്റെ കണ്ണു പെടാത്തയും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിൽ അപൂർവമായിട്ട് ഈ വീഴ്ച വരാറുണ്ട്. ഇപ്പോൾ ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, കോഴിക്കോട് നിന്ന് ഒരു പേരൻ്റ് വിളിക്കുകയാണ്. പരീക്ഷയുടെ 2 ദിവസം മുമ്പാണ്. ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തു ലേബറിൻ്റെ മാസിക, 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ആയിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് ആ കോപ്പി കിട്ടിയില്ല, ഇവിടുന്ന് അയച്ചിക്കേണ്ടതാണ്. ഞങ്ങൾ കോഴിക്കോട് മുഴുവൻ അന്വേഷിച്ചു, നമ്മുടെ എല്ലാ ഏജൻറ്റുമാരുടെ അടുത്ത് ആ പർട്ടിക്കുലർ കോപ്പി അത് ഭയങ്കര റീപ്രിൻ്റ് ചെയ്ത് പലതവണ റീപ്രിൻ്റ് ചെയ്ത് അത് എന്തോ കാരണത്താൽ അത് ഭയങ്കരമായിട്ട് വിറ്റുപോയി. അത് ഒറ്റ കോപ്പി പോലും മിച്ചമില്ലാത്ത അവസ്ഥ. ഇനി പരീക്ഷയ്ക്ക് 2 ദിവസമുള്ളൂ, അതിന് മുമ്പ് ഇനി റീപ്രിൻറ്റും പോസിബിൾ അല്ല. കോഴിക്കോടില്ല, മലപ്പുറത്തുണ്ടോ നോക്കിയില്ല, എല്ലായിടത്തും സോൾഡ് ഔട്ടാണ്. ഇവിടെ മാത്രം നമ്മുടെ ഫയൽ കോപ്പി ആയിട്ട് 50 കോപ്പി ഇതെല്ലാം നമ്മളിവിടെ സൂക്ഷിക്കും. അത് മാത്രം ഇരിപ്പുണ്ട്. പിന്നെ പ്രസ്സിൽ തപ്പണം, പ്രസ്സിൽ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പം ഇതെങ്ങനെ അയച്ചു കൊടുക്കും? അപ്പോൾ ഈ മാർക്കറ്റിംഗ് മാനേജർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പേരൻ്റ് ഇങ്ങനെ ഒരു പ്രശ്നമാണ്, ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്, കോപ്പി ഇതുവരെ കിട്ടിയിട്ടില്ല, ഈ അവിടെ ഒന്നും അന്വേഷിച്ചിട്ട് സാധനമില്ല.
ഞാൻ പറഞ്ഞു നമ്മുടെ ഫയൽ കോപ്പി ഇരിപ്പില്ലേ, അപ്പോൾ അത് അയച്ചാൽ അന്നത്തെ ഇത് 90s അവസാനം നടക്കുന്ന 2000 ആ കാലത്ത് ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞേ, അതെങ്ങനെ കൊടുക്കും? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, ഇവിടുന്ന് ഒരാളെ ഈ കോപ്പിയായിട്ട് ഇവിടെ കോഴിക്കോടിന് രാവിലെ നേരം വിളിക്കുമ്പോഴത്തെ അവിടെ ചെല്ലുമല്ലോ, രാവിലെ കൊണ്ടേ കൊടുക്കൂ. ഇത് സംഭവിച്ചു. ഇവിടുന്ന് വൈകിട്ട് ഒരാൾ ബസ്സുമായിട്ട്, തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു കക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ യാത്ര ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. തോമസ് ചേട്ടൻ ഈ കോപ്പിയും പൊതിഞ്ഞ് കെട്ടി ആ വീട്ടിൽ കൊണ്ടുപോയി നേരം വിളിക്കുമ്പോൾ ഇവർ കാണുന്ന ലേബറിൻ്റെ അവിടെ എത്തുന്നതാണ്. അവർ ആ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി, ആ കുട്ടി പഠിച്ച് മിടുക്കിയായി. ഇപ്പോൾ പോലും അവരുടെ കത്ത് വരും, ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു ഒരു ദിവസം നേരം വിളക്കുമ്പോൾ ലേബർ ഇന്ത്യ ആയിട്ട് മുമ്പിൽ വന്നിരുന്ന ആൾ പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പോൾ അതിന് ലേബർ ഇന്ത്യക്ക് അന്ന് 30 രൂപയേ ഉള്ളൂ വില. കോഴിക്കോട് ഒരാൾ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞാൽ അതിൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയാം. വിലയല്ല നമ്മൾ നോക്കുന്നത്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞാൻ ചെയ്യില്ല. അത് പലപ്പോഴും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരെ ഞാൻ പലപ്പോഴും അതിൻ്റെ പേരിൽ വല്ലാണ്ട് പ്രഷർ ചെയ്യും. അവർക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല. എന്നാൽ ഇത് നോക്കിയും കണ്ടും അറിയുന്ന ഒരു ടീമായി ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വലിയൊരു ശതമാനവും 20 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നവരാണ്. വലിയൊരു ശതമാനം 80% ആളുകൾ 20 വർഷമായിട്ട് 20 വർഷത്തിന് മുകളിലോ 15 വർഷത്തിന് മുകളിലോ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ ഇപ്പം ഈ സിസ്റ്റം അറിയാം, അതുകൊണ്ട് നന്നായിട്ട് പോകുന്നു. എങ്കിലും യുദ്ധം ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്കില്ല. സ്പേസിലേക്ക് അതാണ് നമ്മുടെ പ്രധാന യാത്ര. ആ യാത്ര ഉണ്ടാവും. അത് എത്ര നാൾ കഴിയുമ്പോൾ ആ യാത്ര പ്രതീക്ഷിക്കാം? ഇപ്പോൾ ഇന്നലത്തെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, സ്പേസ് എക്സിൻ്റെ ഒരു പരീക്ഷണം പരാജയപ്പെട്ടു, കടലിൽ താഴ്ന്നു പറഞ്ഞിട്ട്. 10 മാസം മുമ്പ് ബഹിരാകാശത്ത് പോയ സുനിത വില്യംസ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ പോയ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് കാലമെടുത്തു. സ്പേസ് ടെക്നോളജി, മാൻഡ് സ്പേസ് വെഹിക്കിളുകൾ, അതിൻ്റെ യാത്ര എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പുതിയ ഇന്നോവേറ്റീവ് കൺസെപ്റ്റ് ആണെങ്കിൽ അതിനൊത്തിരി വെല്ലുവിളികളുണ്ട്. നമ്മുടെ ആളുകളുടെ ധാരണ നമ്മളിപ്പോൾ ന്യൂയോർക്കിലേക്ക് പോകുന്നില്ലേ ആളുകൾ, എന്നാൽ പിന്നെ സ്പേസിലേക്ക് പോയിക്കൂടെ എന്നുള്ള പറ്റില്ല. ഇത് രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ്. അതീവ റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ബഹിരാകാശത്ത് ഇതുവരെ പോയിട്ടുള്ളത് തന്നെ ആകെപ്പാടെ 500 താഴെ ആളുകളെ ഉള്ളൂ എന്നൂടെ ചിന്തിക്കണം. അതിൽ പുതിയൊരു സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ പുതിയൊരു വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ വിമാനം പോലെ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് വെഹിക്കിളാണ്. അതിൻ്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ഓരോ ലക്ഷക്കണക്കിന് പാർട്സ് ചേർന്ന ബഹിരാകാശ വാഹനത്തിൻ്റെ ഓരോ പാർട്ട് മേലെ സുപ്രധാനമാണ്. അത് ഓരോന്നും ടെമ്പറേച്ചറിനെ എങ്ങനെ അതിജീവിക്കുന്നു, അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അത് ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളുടെയും പരീക്ഷണങ്ങളും അതിൻ്റെ വിജയങ്ങളും നടന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് എല്ലാം സക്സസ്ഫുള്ളായിട്ട് നടക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഫൈനൽ, ഇപ്പോൾ ഒരു വെഹിക്കിളാണ് റെഡി ആയിട്ടുള്ളത്, 3 വെഹിക്കിളിൻ്റെയും കൂടെ പണി നടന്നുകൊണ്ടിരിക്കുക. മീൻസ് അത് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നു, അത് സക്സസ്ഫുള്ളായിട്ട് ടേക്ക് ഓഫ് ചെയ്തു, ലാൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു 3 ബാച്ചുകൾ പോയിട്ട് വന്നു. മീൻസ് അത് ടെസ്റ്റ് ഫ്ലൈറ്റുകളുടെ ഭാഗമായിട്ടുള്ളത്. അടുത്തത് ഇനി ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ കൊമേഴ്ഷ്യലാകുന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും, നമ്മൾ റെഡി ആയിരിക്കുന്നു. എന്നെപ്പോലെ ഒരാൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്പേസിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി നാളെ തന്നെ പോകാൻ റെഡിയാണ്. പോയിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഇച്ചിരി വൈകുന്നത്. ഇച്ചിരി വൈകോട്ടെ, കാരണം താങ്കളെ ഞങ്ങൾ നഷ്ടപ്പെടാനോ കുറേ കാലം കാണാതിരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരാൾ ചോദിച്ചു വിട്ടതാണ്. ഒരുപാട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പോലെ. പക്ഷെ പൈസയില്ല. ഈ പൈസ ഇല്ലാതെ ഞാൻ യാത്ര ചെയ്യണമെന്ന് സ്വപ്നം കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? യാത്ര ചെയ്യാൻ പൈസ വേണ്ടേ? അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് വഴി പറഞ്ഞു കൊടുക്കാം, എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന, എങ്ങനെ യാത്ര ചെയ്യാന്നുള്ള വഴിയല്ല പറഞ്ഞു കൊടുക്കാവുന്ന, എങ്ങനെ പൈസ ഉണ്ടാക്കാവുന്ന. ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. സഫാരി ചാനലിൽ ആ യാത്ര എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെയുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന പരിപാടികളും കയ്യിൽ നിസാര പൈസയുമായിട്ട് യാത്ര ചെയ്തവരുടെ കഥകളാണ്. ഒരു പൈസയില്ലാതെ ഹിച്ച് ഹൈക്കിങ് മാത്രം നടത്തി യാത്ര ചെയ്തവരുടെ കഥകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈക്കിളിൽ ചായ വിറ്റ് കാശ്മീർ വരെ പോയിട്ട് വന്ന പയ്യൻ്റെ കഥ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു ബൈക്കേൽ ഒറ്റയ്ക്ക് ചെറിയ പൈസ കൊണ്ട് ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ട് വന്ന കഥ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുമല്ലാത്ത ഇന്ന് ഒരു കാര്യം ചെയ്യാം, അങ്ങേർക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ, ലേബർ ഇന്ത്യയുടെ ഒരു ഏജൻസി ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ജോലി കൊടുക്കാം. അയാൾക്ക് ഡെയിലി ഒരു 100 രൂപ വെച്ച് ആ ശമ്പളത്തിൽ നിന്ന് ഞാനിങ്ങനെ പിടിക്കാം. ആ 100 രൂപ വെച്ച് പിടിച്ചാൽ ഒരു വർഷമാകുമ്പം ഡെയിലി ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ 365 ദിവസം കഴിയുമ്പോൾ 36,000 രൂപയാവും. 36,000 രൂപ കൊണ്ട് പോകാവുന്ന ഒരു 5 രാജ്യമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നേപ്പാളിൽ പോകാം,
ശ്രീലങ്കയിൽ പോകാം. ചില സീസണിൽ നിങ്ങൾക്ക് ബജറ്റ് ട്രാവലും ബാക്ക് പാക്കർ ടൂറും ആണെങ്കിൽ നിങ്ങൾക്ക് തായ്ലൻഡിൽ പോയിട്ട് വരാം. പല രാജ്യങ്ങളും, ഭൂട്ടാനിൽ പോയിട്ട് വരാം. അപ്പോൾ ലക്ഷ്യത്തിലോട്ട് നമ്മൾ തന്നെ ഇത് നടക്കാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രത്യേക മനോഭാവത്തിൻ്റെ കുഴപ്പമാണ്. എനിക്ക് പൈസ ഇല്ലാത്തത് നാട്ടുകാരുടെ ആരുടെയും കുഴപ്പം കൊണ്ടാണോ? പൈസ ഉള്ളവർക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്? ലോട്ടറി അടിച്ചിട്ടാണോ? ഇത് രണ്ടും അല്ലല്ലോ കുഴപ്പം. ബുദ്ധിപൂർവം സ്വന്തം ജീവിതമല്ലേ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഒരു 2 ദിവസം ജോലി ഒന്നും ചെയ്യാതെ വിശ്രമിച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് ഇരുന്ന്. എനിക്ക് ഇന്ന കഴിവുകളേ ഉള്ളൂ, അല്ലെ ഇന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ദിവസം ഒരു 1500 2000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. ദിവസം 2000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ ഇന്ന് അത്യാവശ്യം ഒരു പണി അറിയുന്ന ടൈൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരു പശ്ചിമ ബംഗാളുകാരന് പറ്റുന്ന പണിയാണ്. കിട്ടുന്നുണ്ട്. അതെ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾ അയാളെക്കാൾ താഴെ എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. വലിയ ഐറ്റിക്കാരനാണ്. പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന് ടൈൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 2000 രൂപ കൊടുക്കണം. അവർ പണിത കെട്ടിടത്തിലാണ് പുള്ളി പണിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഈ 2000 രൂപ ഡെയിലി കിട്ടുന്ന ഒരാൾക്ക് 100 രൂപ മാറ്റി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. 100 രൂപ മാറ്റി വെച്ചാൽ ഒരു വർഷം 36,000 രൂപ. 36,000 രൂപ എന്നെ ഏൽപ്പിക്ക്, ഞാൻ നേപ്പാളിലേക്ക് ഒരു ടൂർ അറേഞ്ച് ചെയ്ത് തരാം. ട്രെയിനിൽ പോകാം, എവിടം വരെ, ബോർഡർ വരെ, ഗോരഖ്പൂർ വരെ പോകാം. പിന്നെ ബസ്സിൽ പോകാം അങ്ങോട്ട്. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണമെന്ന് വാശിയൊന്നുമില്ലല്ലോ. അത്യാവശ്യം ഡീസൻ്റായിട്ട് താമസം പോലെ. നാട് കാണുകയല്ലേ ലക്ഷ്യം. 36,000 രൂപയ്ക്ക് കൂളായിട്ട് കൊണ്ടുപോയിട്ട് വരാം. ഇന്ത്യ മുഴുവൻ കാണാൻ പോകാം, കാശ്മീർ ഉൾപ്പെടെ. ഭൂട്ടാനിലേക്ക് പോകാം, ശ്രീലങ്കയ്ക്ക് പോകാം. അത് കഴിയുമ്പോൾ പിന്നെ ഈ 36,000 കൂടെ വെച്ചിട്ട് 2 കൊല്ലം കൂടുമ്പോൾ ഒരു യാത്ര നടത്തിയാണെന്ന് തീരുമാനിക്കുക. അപ്പോൾ 72,000 രൂപ മിച്ചം കയ്യിലുണ്ടാവും. 72,000 രൂപ കൊണ്ട് പോകാവുന്ന കുറേ രാജ്യങ്ങളുണ്ട്. പിന്നെ ശമ്പളം വരുമാനം കൂട്ടാനുള്ള ശ്രമം നടത്തുക 3ാമത്തെ വർഷമാകുമ്പോഴത്തേക്കും. അപ്പോൾ ഡെയിലി 100 എന്നുള്ളത് ഡെയിലി 200 300 സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ യൂറോപ്പിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെ ഗ്രാജുവലായിട്ടാണ് നമ്മൾ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ആയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ നേപ്പാൾ യാത്രയ്ക്ക് 6,500 രൂപ കൊണ്ടാണ് ഞാൻ പോയത്. 3 എപ്പിസോഡ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. അന്ന് 6,500 രൂപ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ 6,500 രൂപ കൊണ്ട് തുടങ്ങിയ സഞ്ചാരമാണ് ഇന്നത്തെ ഈ പറഞ്ഞ 148 രാജ്യത്തെത്തിയിരിക്കുന്നത്.